റെസ്റ്റും ഒക്കെ ആയിട്ട് എൻ്റെ ഷുഗർ 84, 188 ബാംഗ്ലൂരിൽ നിന്ന് പോരുമ്പോൾ. ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ 84. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ടൊക്കെ സെർവ് ചെയ്യുന്നത്, റിട്ടയർ ആയിട്ട് പോലും ആൾക്കാർ ട്രീസയുടെ പുറകെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എന്താണ് കണ്ടത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയും കാണണ്ട, ഡോക്ടറെയും കാണണ്ട, ഒന്നും വേണ്ട. ഇത് നമുക്ക് ഇവിടെ വന്നാലേ അത് എന്താണെന്ന് പറഞ്ഞാൽ അത് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഇവിടെ വരുന്നവര് ഹീലാകാതെ പോകത്തില്ല. അപ്പോ ട്രീസ പറഞ്ഞു വരുന്നത് ഈ നവജീവനം ഒരു ഹോസ്പിറ്റലല്ല, ഒരു ക്ലിനിക്കല്ല, മെഡിസിൻസ് ഉപയോഗിക്കുന്നില്ല, ഒരു നേച്ചർ ലിവിങ് ഹോം എന്നുള്ള രീതിയിലാണ്. 100%. ഇവിടെ കൊടുക്കുന്ന കാശ് നമ്മളും അലോപ്പതിക്ക് കൊടുക്കുന്നതിന്റെ 4/1 ചെലവ് ഇവിടെ വരുന്നില്ല. അത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. ദിസ് ഈസ് ഫോർ ലൈഫ് ലോങ്. യു നോ നീഡ് ടു സീ എ ഡോക്ടർ hereafter if you follow it up. ആൻഡ് ആസ്പത്രിയുടെ പടി കയറേണ്ട നിങ്ങൾക്ക് ആർക്കും വരില്ല. We have here today Teresa Jose, 45 years of nursing service in very recognized institutions in Bangalore and elsewhere, and very much in demand even after retirement. Now, I was surprised that Teresa, you were the last time serving as chief nursing officer in a government, central government institution. How did you come here? What made you to come here? Becha, good morning. Good morning. As we told, my name is Teresa. Husband name is Jose. ഞാൻ വരാൻ കാരണം, ഒരു വർഷത്തിന് മുമ്പ് എനിക്ക് 2 ആൺമക്കളാണ്, 2 ബോയ്സ്. അവർ രണ്ടും കൂടെ കട്ടപ്പനയിൽ ഒരു ക്യാമ്പിന് പോയിരുന്നു. രമേശ് സാറും ബോബി അച്ഛനും ഹിലാൽജിയും കൂടെ കണ്ടക്ട് ചെയ്ത ക്യാമ്പിന് പോയി. അന്ന് അവര് പോയിരുന്ന 15 ദിവസം തന്നെ. വന്നപ്പോൾ നല്ല എഫക്റ്റ് ആയിരുന്നു. ഇപ്പോഴും മോൻ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 2 times a day ഫുഡ്. വെൽ മെയിൻറ്റൈനിങ്. ആക്ച്വലി ഹീസ് 30. വയറ് ഒന്നുമില്ല അവൻ ഇപ്പോഴും. സോ ഹീസ് സ്റ്റിൽ ഫോളോയിങ്. ബട്ട് ദി എൽഡർ വൺ ഇസ് നോട്ട് കണ്ടിന്യൂയിങ്. അങ്ങനെ അന്ന് തൊട്ട് ഇവൻ രണ്ടുപേരും നിർബന്ധം, പപ്പ ഒന്ന് പോയിട്ട് വരണം, പപ്പയൊന്ന് പോയിട്ട് വരണം. അപ്പൊ ജോസ് ഒന്ന് റിട്ടയർ ആയിട്ടുണ്ടായില്ല. അത് കാരണം വരാൻ സമയം ഉണ്ടായില്ല. പിന്നെ ഇപ്പൊ ഉന്തി തള്ളി പിന്നെ 6 മാസം മുമ്പ് ഇവിടെ വന്നു. വരുമ്പോ ജോസിന്റെ ഭയങ്കരമായ മുട്ടുവേദന ഉണ്ടായിരുന്നു, നടുവിന് വേദന. നടുവേദനയ്ക്ക് പണ്ടേ സർജറി പറഞ്ഞിരുന്ന ലാമിനെക്ടമി വേണമെന്ന്. അപ്പം നമ്മൾ അത് വേണ്ട എന്ന് വെച്ചൊരു ട്രാക്ഷനൊക്കെ ഇട്ട്. ബട്ട് ഹി വാസ് മിസ് മെയിൻറ്റൈനിങ്. 2 വീലർ ഓടിക്കരുതെന്ന് പറഞ്ഞു, 4 വീലറേ കൊടുക്കാവുന്നു. അങ്ങനെ ജോസ് മെയിൻറ്റെയിൻ ചെയ്തു പോയി. പക്ഷെ ഹീസ് എ കണ്ടിന്യൂസ് ട്രാവലറാണ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ അത് കാരണം പുള്ളിക്ക് ട്രാവൽ കുറച്ച് കുറയ്ക്കണം. പക്ഷെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ അതും കുറേ വർഷങ്ങളായിട്ട് മുട്ടുവേദന ഉണ്ട്. ഇടയ്ക്ക് നീര് വെക്കും, തിരുമ്മും, പലവിധ ശ്രമങ്ങൾ ശ്രമിച്ചു. അലോപ്പതി നയിച്ചു, പിന്നെ അക്യുപഞ്ചറ്, തിരുമ്മല്. ഇവിടെ അങ്കമാലിയിൽ വന്ന ഒരു ഹോസ്പിറ്റലിൽ തിരുമ്മലൊക്കെ നടത്തി. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തെ ആ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ജോസിൻ്റെ അബ്ഡോമിനൽ കർത്ത് ഒരു 120 ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല എക്സാക്ട്ലി എത്രയാന്ന്. 6 മാസം മുമ്പ്. ആണുങ്ങൾക്ക് സാധാരണ വേണ്ടത് 90 ആണ്, പെണ്ണുങ്ങൾക്ക് 80. അപ്പോൾ ജോസിന് 90 ആയിരുന്നു, വെയിറ്റ് 88 6 മാസം മുമ്പ് വന്നപ്പം. ആ 88 കുറച്ച് പുള്ളി അത് 78 ഉണ്ട്. 10 കിലോ കുറഞ്ഞാണ് ഞാൻ ബാംഗ്ലൂർക്ക് വരുമ്പം. പിന്നെ വയറാണെങ്കിലും കുറഞ്ഞിട്ട് ഇറ്റ് ഹാഡ് കം ഐ തിങ്ക് സം 95, 96 ലൈക്ക് ദാറ്റ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ കുറച്ച് നാൾ ജോസ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അത് ബ്രേക്ക് ചെയ്തു. ഈ സ്റ്റാർട്ടഡ് ഈറ്റിങ്. ഇറച്ചിയൊക്കെ ഇഷ്ടം പോലെ, മീൻ വറുത്തത് ഇഷ്ടം പോലെ. അത് കുറച്ചൊന്നുമല്ല, മീനൊക്കെ വറുത്ത ഒരു 5-8 കഷ്ണം ഒറ്റയടിക്ക് പുള്ളി കഴിക്കും. ഒരു വലിയ മീനൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ തിന്നെ. അങ്ങനെയാണ് ജോസിന്റെ സ്വഭാവം. നിർത്താൻ പറ്റിയാലോ. അപ്പൊ അങ്ങനെയായി. ഇച്ചിരി വേദനയൊക്കെ തോന്നി പുള്ളിക്ക്, കാരണം ഫാസ്റ്റിംഗ് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കാരണം പുള്ളി ഒരു ഫോളോ അപ്പിന് 6 മാസം കഴിഞ്ഞ് വരണമെന്നുള്ള ഇതിലാണ്. ഏതായാലും ഫോളോ അപ്പിന് വന്നാൽ ചേച്ചി തിന്നിട്ടേ ഉള്ള മട്ടായിരുന്നു. അങ്ങനെ ഫോളോ അപ്പിന് ഇവിടെ വരുമ്പോഴേ സാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഹൈറ്റ്, വെയിറ്റ്, അബ്ഡോമിനൽ ഗർത്ത്. അപ്പം നോക്കിയപ്പോൾ ജോസിന്റെ അബ്ഡോമിനൽ ഗർത്ത് പിന്നെ അതിൽ തന്നെ നിൽക്കുകയാണ് 78. പിന്നെ വയറ് ഇറ്റ് വാസ് 113.
അത് കുറഞ്ഞ് ജോസ് ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആണ്. വെള്ളം മാത്രം കുടിക്കുക, റെസ്റ്റ്. അപ്പൊ ജോസ് കണ്ടിന്യൂസ് ഇത്തവണ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം 8 ദിവസം നിന്ന്, ഇത്തവണ 4 ദിവസം നിന്ന് ഫാസ്റ്റില്. അപ്പൊ അങ്ങനെ പുള്ളിയുടെ വെയിറ്റ് ശരിക്കും ഈ തവണ കുറച്ച് 71 കിലോയിലേക്ക് വന്നു. പുള്ളി 8 ദിവസം ഇവിടെ നിന്നു. അബ്ഡോമിനൽ 90 ആയി. ബോത്ത് ബിക്കെയിം നോർമൽ. ആൻഡ് ലാസ്റ്റ് ടൈം വന്നപ്പോൾ പുള്ളിക്ക് BP ഉണ്ടായിരുന്നു. പോരുമ്പോൾ 170/110, 170, 100, 160, 100 ഒക്കെ ആയിരുന്നു. ഇവിടെ വന്ന് പുള്ളി 3 നേരം ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു BPക്ക്. പിന്നെ ഷുഗറിനും എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പോരുമ്പോൾ 188 ആയിരുന്നു ഷുഗർ. അപ്പം പുള്ളി ഈ 6 മാസമായിട്ട് മെഡിസിൻ എടുത്തിട്ടേ ഇല്ല, ഇന്ന് വരെ എടുത്തിട്ടില്ല. അവിടെ 2 ആഴ്ച മുമ്പേ നിർത്തിയിട്ടാ പുള്ളി പോന്നെ. ഞാൻ 2 ദിവസം മുമ്പേ നിർത്തിയുള്ളൂ. സോ അന്ന് തൊട്ട് ഇന്ന് വരെ ഡോക്ടറെയും കണ്ടിട്ടില്ല, ആസ്പത്രിയും കണ്ടിട്ടില്ല, മെഡിസിനും എടുത്തിട്ടില്ല. അപ്പൊ അത് പറഞ്ഞത് ഇപ്പോ ജോസിന്റെ വിശേഷം. ഇനി സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക. ഞാൻ വരാൻ കാരണം അപ്പൊ ജോസ് വന്നു കഴിഞ്ഞപ്പോ തന്നെ എന്നെ നിർബന്ധിക്കുന്നു. അപ്പൊ ഞാൻ പറയും, എനിക്ക് ഇത്രയും തടിയൊക്കെ, നീ വയസ്സാം കാലത്ത് തടി കുറച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി കോലം കെട്ടിയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സ്റ്റിൽ ആ കോൺസെപ്റ്റ് ഇവിടെ വന്നാലേ ആ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരാൾ പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. ഒരിക്കലും നമുക്ക് ഒരാളെ കൊണ്ട് അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയ ഇറ്റ് ഈസ് ബിയോണ്ട് നമ്മുടെ ഇതാണ്. അപ്പം എന്നെ നിർബന്ധിച്ചു, മക്കള് നമ്മ പോണം, അമ്മയുടെ വയറെങ്കിലും ഒന്ന് കുറച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ ജോസ് ഫോഴ്സിബിളി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ഇവിടെ എത്തി. ഇവിടെ എത്തിയതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ വരുമ്പോ എന്റെക്ക് പിന്നെ തൈറോയിഡിന്റെ ഇതുണ്ട്, പക്ഷെ മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല. പക്ഷെ എനിക്കറിയാം ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ അകത്തുനിന്ന് ഒരു ബോള് പോലെ ഉണ്ട്, ഇങ്ങനെ തള്ളുന്നുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി പോയി. മെഡിസിൻ ഒന്നും എടുക്കുന്നുണ്ടായില്ല, പക്ഷെ ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഇടയ്ക്ക് ഞാൻ 6 months കൂടുമ്പോൾ T3 T4 TS ചെയ്യും. അപ്പം ഞാൻ വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതിയല്ലോ. പക്ഷെ സ്റ്റിൽ ഐ ക്യാൻ ഫീൽ ഇറ്റ്. പേടി ഉണ്ടായിരുന്നു ഉള്ളില്, ഇതെന്തെങ്കിലും ഉള്ളിലേക്ക് വല്ല ആകുമെന്ന്. പക്ഷെ ഇപ്പൊ ഇല്ലേ ഇല്ല ആ സാധനം. ഞാൻ ഉള്ളി 14 days here. അപ്പം വന്നു കഴിഞ്ഞപ്പോ എന്റെ അബ്ഡമിനൽക്കകത്ത് 103. പെണ്ണുങ്ങൾക്ക് വേണ്ടത് 85, മാക്സിമം 80-85. പിന്നെ എന്റെ തൂക്കം 60.5. അപ്പൊ സാറ് പറഞ്ഞു, നിന്റെ ഹൈറ്റിന് 50 പാടുള്ളൂ. അപ്പൊ ഞാൻ സാറേ എനിക്ക് 55 മതി. അപ്പൊ ഞാൻ എന്റെ ടാർഗറ്റ് റീച്ച് ചെയ്തു, 55. 14 ദിവസം കൊണ്ട്. സോ അത് കഴിഞ്ഞ് ഷുഗറിന്റെ ടാബ്ലറ്റ് ഞാൻ ബാംഗ്ലൂരെ വിട്ടിട്ടാ പോകുന്നത്. ഞാൻ കൊണ്ടുപോകുന്നില്ല കൂട്ടത്തിൽ, കാരണം ഐ ഹാഡ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഓൺ ഡോക്ടർ പേഷ്യൻ. അപ്പൊ ഞാൻ അത് അവിടെ വിട്ടിട്ടാ പോകുന്നത്. ഇവിടെ വന്ന് 2 ദിവസം ഫാസ്റ്റ് എടുക്കാൻ തുടങ്ങിയില്ല. സാറ് പറഞ്ഞന്ന് നമ്മുടെ ശരീരപ്രകൃതി നോക്കിയിട്ട് ഫാസ്റ്റ് ഞാൻ പറയുള്ളൂ. അപ്പൊ ഞാൻ 3 ദിവസം ഫാസ്റ്റ് എടുത്തില്ല. 2 ദിവസം യോഗയും മസാജും റെസ്റ്റും ഒക്കെ ആയിട്ട് എന്റെ ഷുഗർ 84, 188 ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് പോരുമ്പോ. ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ 84. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതെന്താ മിറക്കിളാണോ, ഇതെന്തൊരു അത്ഭുതമാണെന്ന്. അപ്പൊ അങ്ങനെ അത് 84 പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോ സാർ പറഞ്ഞ് ഫാസ്റ്റ് എടുത്തോളാൻ പറഞ്ഞ്. അപ്പൊ ഞാൻ 1 day എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഫാസ്റ്റ് എടുത്തിട്ട്. വെള്ളം മാത്രം കുടിച്ചു. പിന്നെ 2ാം ദിവസവും വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് എടുത്തു. പക്ഷെ എനിക്കിത് പറ്റുന്നുണ്ടായില്ല. അപ്പൊ സാറ് പറയും കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ. ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തില്ല സത്യം പറഞ്ഞ. അങ്ങനെ ട്രീസ സെന്റ് ജോൺസില്, ജയദേവയില്, രാമയ്യ, പിന്നെ നിമാൻസിലായിരുന്നു ലാസ്റ്റ് എന്താണ് ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ടൊക്കെ സെർവ് ചെയ്തവര്. റിട്ടയർ ആയിട്ട് പോലും ആൾക്കാർ ട്രീസയുടെ പുറകെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എന്താണ് കണ്ടത് എന്നൊന്ന് പറയാമോ? ഇതെന്ന് പറഞ്ഞാല് ഇതും അത് എക്സ്ട്രീമിലി 2 ഏരിയാസ് ആണ്. മീൻസ് സൗത്ത് ആൻഡ് അങ്ങനെ ഒരു എക്സ്ട്രീം ഡിഫറൻസ് ആണ്. ഹോസ്പിറ്റലിൽ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, നമ്മുടെ സർവീസിൽ നമ്മൾ മെഡിസിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ട്രീറ്റ് ചെയ്ത് ഇപ്പൊ ഡയബറ്റിക് ആകട്ടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർട്ടൻ ലെവലിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മൾ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് നമുക്കൊരു വിടുകട ഇല്ല, അതിനകത്തൊന്നൊരു മോചനയില്ല, ഒരിക്കലും ഒരു മോചനയില്ല. ഐദർ യു വിൽ റിമെയിൻ ആൻഡ് മെയിൻറ്റെയിൻ വിത്ത് ഫുഡ് you can control and you will die. If you don't control the food, what happens? You will kidney failure, transplant, ending with dialysis and die. Creatinine high ആവും, you will die. ഇവിടെ എന്ന് പറഞ്ഞാൽ സാർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
your healing start, you are the doctor for you. It comes from the cellular level. Okay, if you fast, that is the best. I see. If you cannot fast, the healing will take its own process. Like, ഇപ്പൊ ജോസൊക്കെ എടുത്ത് 8 ദിവസം എന്ന് പറഞ്ഞാൽ healing process was very fast. Oh. I had taken only 2 days, so my healing process is low. But my target I reached 55 kg. That was my target. I will definitely reduce some another 3-4 maybe. I want to do that. I will continue at home because I am only 14 days. So actually we are supposed to be here for 1 month. അപ്പോ മരുന്നില്ലാതെയുള്ള ഒരു മരുന്നില്ലാതെ ഒരു അപ്പൊ സെല്ലുലാർ ലെവലിൽ നിന്നാണ് സെറിൻ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ രമേശ് സർ പറയുന്ന there are 3 levels of disease, like acute, chronic and degenerative. സോ നമ്മൾ അക്യൂട്ട് ലെവലിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ സപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ക്രോണിക് ആകുന്നതും ഡീജനറേറ്റീവിലേക്കും പോകുന്നത്. അക്യൂട്ട് കേസസ് ലൈക്ക് ഫീവർ, ദെൻ ലൂസ് മോഷൻ, വൊമിറ്റിംഗ്, പിന്നെ അങ്ങനത്തെ നമ്മൾ സപ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് ഇറ്റ് വിൽ ഗോ ഇൻ ടു ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റിക്, അങ്ങനെയിലേക്ക് പോകാൻ വഴിയൊരുക്കുന്നു. കാരണം ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ വരുന്നത് എന്താ, ഈ പനിയും ഛർദി അങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടാത്ത വിഷവസ്തുക്കൾ സങ്കലനം ഉണ്ടായിട്ട് അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഛർദി, അതിങ്ങനെ കാണിക്കുന്നതാണ് പനിയും ഛർദിയും പിന്നെ ലൂസ് മോഷനും എല്ലാം കാണിക്കുന്നത്. അങ്ങനെ സ്കിൻ ഡിസീസസ് അതെല്ലാം അങ്ങനെ പോകും. ചിലർക്ക് പരി വരും, അതിലൂടെ പൊട്ടിപ്പോകും. പിന്നെ ചിലർക്കൊക്കെ അങ്ങനെ ഓരോ വിധത്തിലാണ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പം ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫാസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയും കാണണ്ട, ഡോക്ടറെയും കാണണ്ട, ഒന്നും വേണ്ട. ഇത് നമുക്ക് ഇവിടെ വന്നാലേ അത് എന്താണെന്ന് വേണ്ട, അത് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ എന്ന് പറഞ്ഞാല് ഡോക്ടർ രമേശ് സാറും പിന്നെ ബിന്ദുമാഡം എന്ന് പറഞ്ഞാൽ സോ ഡെഡിക്കേറ്റഡ് ടു ദ കോർ ആണ് അവര്. ഞാൻ ഇത്രയും ഒരു ഡെഡിക്കേഷൻ നമ്മുടെ അലോപ്പതി ലെവലിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ രക്ഷപ്പെടും. ഈ രമേശ് സാറിന്റെ ഈ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ആ തിരുമ്മൽ എന്ന് പറഞ്ഞ ജോസഫ് 1.5 തിരുമ്മാന്ന ജോസൊക്കെ പറയുന്നത്. ബിന്ദുമാടത്തിന് തിരുമ്പുന്ന ഇനി അതും ഒരു 1.5 തിരുമ്മാണ്. റിയലി അവര് വേറെ ആരെ കൊണ്ട് ചെയ്യിക്കുന്നില്ല, അതാണ് അതിലും വലുത്. they kept so many people, they were not satisfied. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ചെയ്താലേ ഇത് ശരിയാവത്തുള്ളൂ. അതാണ് ബിന്ദുമാം എന്നോട് പറഞ്ഞത്. നിസമം ഞങ്ങൾ കുറെ പേരെ വെച്ചു, പക്ഷെ ഒന്നും ശരി, എൻ്റെ ഒപ്പം നിന്നാ ചെയ്യുന്നത്, പക്ഷെ എൻ്റെ ലെവലിലേക്ക് ആരും എത്തത്തില്ല. സോ ഞാൻ ചെയ്താലേ എനിക്കൊരു. പിന്നെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ച് അവർ ഫുഡ് നമുക്ക് തരും. ഇപ്പം നമ്മുടെ ഓരോ ദിവസത്തെ ഇപ്പൊ മോർണിംഗ് രാവിലെ ഡിസൈഡ് ചെയ്യുള്ളൂ ഇന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യം. കാരണം വെയിറ്റും ഷുഗറും നോക്കിയിട്ട് അതനുസരിച്ച് ഇപ്പൊ നമ്മൾ ഷുഗറിൽ ഇച്ചിരി ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്ത് ഫുഡ് അന്ന് തരത്തില്ല. കുക്ക് ചെയ്യാത്തത് സാലഡ്സ്, ഫ്രൂട്ട്സ്, മാങ്ങാപ്പഴമൊക്കെ ഞങ്ങൾക്ക് ഒരു പ്ലേറ്റ് തരും. ഈ ഷുഗർ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് അങ്ങനെ നോക്കിയിട്ട് മാത്രമേ. പക്ഷെ ആ ബിന്ദുമം ഉണ്ടാക്കുന്ന ആ ഫുഡിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ചമ്മന്തി അരയ്ക്കുന്നതോ, ഒരു സാലഡ് ഉണ്ടാക്കുന്നതോ, ജ്യൂസ് അടിക്കുന്നതോ, പിന്നെ മോർണിംഗിലത്തെ ഇലയെല്ലാം കൂടി അടിച്ചുള്ള ഹെർബൽ ജ്യൂസ്, പിന്നെ ഫ്രൂട്ട്സ് ഇട്ടിട്ടൊരു സ്മൂത്തി, അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതറിയത്തില്ല. മനുഷ്യരുടെ കൈഗുണമുണ്ട്. പിന്നെ നമ്മൾ ആ സ്നേഹം, എനിക്കൊന്ന് അവരുടെ ആ 2 പേർ അത് ചെയ്യുന്നതല്ല, ഇവർ 2 പേരും കൂടിയാണ്. ആ ഫുഡ് വീട് ഇച്ചിരി മാറിയ അവരാ വീട്ടിൽ നിന്ന് 2 പേരും കൂടെ ഈ ഫുഡും കൊണ്ട് വരുന്നത്, 2 ഡോക്ടേഴ്സ് ഈ ഫുഡ് വരുന്നതിന് അവരുടെ ആ സ്നേഹത്തോടു കൂടിയുള്ള അത് നമ്മൾ പകുതി തന്നെ നമ്മുടെ അവരവിടെ നിൽക്കും. ഇരിക്കാൻ പറഞ്ഞാൽ പോലും ഇരിക്കുകയല്ല. എന്നിട്ട് നമ്മൾ കഴിച്ച് നമ്മൾ ഉന്തിത്തള്ളി വിട്ടാലേ അവരവിടെ നിന്ന് പോകുള്ളൂ. അങ്ങനെയാണ് അവർ. അപ്പൊ എനിക്കിവിടെ വന്നിട്ട് ജോസ് പോയി കഴിഞ്ഞ 8 ദിവസം എനിക്ക് ഒരിക്കലും ഒരു ഫീൽ ചെയ്തില്ല ഞാൻ തന്നെയാണ് ഇവിടെ നിന്നുള്ള ഒരു ഫീൽ ഉണ്ടായത്. ഞങ്ങൾ ദിവസവും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് രമേശ് സാറും ബിന്ദുമാകുമ്പോഴും ഞങ്ങൾ അടിച്ചു പൊളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് 8-9 ആകുമ്പോഴത്തേന് എല്ലാവരും കിടക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വരുന്നവര് ഹീലാകാതെ പോകത്തില്ല. അപ്പോ ട്രീസ പറഞ്ഞു വരുന്നത് ഈ നവജീവനം ഒരു ഹോസ്പിറ്റലല്ല, ഒരു ക്ലിനിക്കല്ല, മെഡിസിൻസ് ഉപയോഗിക്കുന്നില്ല, ഒരു നേച്ചർ ലിവിങ് ഹോം എന്നുള്ള രീതിയിലാണ് 100%. കാരണം ഇവിടെ സൺലൈറ്റ് കിട്ടും. സർ ഇവിടെ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് തന്നെ ശരിയായ യോഗ, വിശ്രമം, ശരിയായ വായു,
നമ്മുടെ ശരീരത്തിൻ്റെ ഭക്ഷണക്രമം, സൺലൈറ്റ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഓക്കെ, ടുവേഴ്സ് എനിത്തിങ്. ആൻഡ് ഈവൻ ഇവിടെ വന്ന് നിൽക്കുന്നതായാലും എനിക്ക് ഇതിൽ നിന്ന് നേടണം, അങ്ങനെ ഉണ്ടാവണം. എൻ്റെ ഫുഡ് ഈസ് നോട്ട് എ പ്രൈം ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ദ ഏജ് ഓഫ് 60, വെദർ ഐ ഷുഡ് ലീവ് healthy or what is my important? What is my important? I have to live till the death ആരോഗ്യമായിട്ട്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ മക്കളെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെ ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്യണം, കിടക്കണം. ഇപ്പൊ ഞാൻ ഓർക്കും എനിക്ക് തടി കുറഞ്ഞ കാരണം ഐ എം സോ ഹാപ്പി, സോ ഫ്ലെക്സിബിൾ. എനിക്ക് യോഗ ഒക്കെ ചെയ്യാന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ലേ. ഇതൊക്കെ പഠിക്കാൻ പറ്റുക, അതൊക്കെയായിരുന്നു എനിക്ക് ഇവിടെ വരാനുള്ള ഇത്. കാരണം ഈ 65-ാമത്തെ വയസ്സിൽ ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? എന്റെ ബോഡി വഴങ്ങുമോ? റിയലി അങ്ങനെയൊക്കെ. ഇവിടെ ഉണ്ടായിരുന്നപ്പോ മറ്റു പല രോഗികളും ഉണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ അന്ന് 4 പേരാണ്, ഇൻക്ലൂഡിങ് മൈ ഹസ്ബൻഡ്. പുള്ളിയെ ഫോളോ അപ്പിന് വന്നതാണ്. പുള്ളി നല്ല സുഖമായിട്ട് 8-ാം ദിവസം ഇവിടെ നിന്ന് പോയി. വെരി ഹാപ്പിലി ഹി വെന്റ്. ഇന്ന് പുള്ളിക്കാരൻ വന്നു. ഐ വാസ് സോ ഹാപ്പി ടു സീ ഹിം സ്റ്റിൽ മെയിൻറ്റെയിനിങ് ദ സെയിം. ആഫ്റ്റർ 8 days he came more fresh. പിന്നെ അത് കഴിഞ്ഞ് എന്റെ കൂടെ ഇപ്പൊ വേറെ 2 പേരും കൂടെ ഉണ്ട്. അതിൽ ഒരാളുടെ ലിവർ ഡാമേജ് ആയിട്ട് പുള്ളിയുടെ മുടിയും മുഖത്തിന്റെ കളറും ഒക്കെ സെയിം കളറായിരുന്നു. അപ്പൊ ആ കളറ് ഇവിടെ പുള്ളി വന്ന് ഇപ്പം ഷുഗറും ഭയങ്കര ഹൈ ആയിരുന്നു, ഇൻസുലിൻ എടുത്തോണ്ടാ വന്നിരുന്നത്. ഒരാഴ്ചയും കൊണ്ട് ആ പുള്ളിയുടെ കളറ് കണ്ടാലും നല്ല ഫെയർ ആയി. പിന്നെ കാലിന്റെ വിരലുകൾ അനക്കത്തില്ലായിരുന്നു. ഇപ്പൊ ഒരു 12 ദിവസമായപ്പോഴത്തേനും എല്ലാ വിരലും ഫുൾ നമ്മായിരുന്നു പുള്ളിയുടെ വിരലുകളെല്ലാം, എക്സെപ്റ്റ് നന്ദവിരൽ. അതെല്ലാം മൂവ് ചെയ്യാൻ തുടങ്ങി. പുള്ളിയുടെ ഒരു ഹാപ്പിനെസ് കാണണം. കുറെ തടിയും കുറഞ്ഞു, പഞ്ചസാരയും കുറഞ്ഞു, ഇൻസുലിനും നിർത്തി. ആൻഡ് ഹി വാസ് എ റിയലി ആൽക്കഹോളിക്. ഹിസ് ലിവർ വാസ് ടോട്ടലി ഡാമേജ്. ദാറ്റ്സാണ് മുഖത്തെ കളറെല്ലാം കറുത്ത് വരുന്നത്. ഓൾവേസ് ലിവർ ഡാമേജ് ഉള്ള കുടിക്കുന്നവരെ നമ്മൾ നോക്കുമ്പോഴേ അറിയാം അവരുടെ മുഖത്ത് ലിവർ ഡാമേജ് ഉണ്ടെന്ന്. ഞാൻ വരുമ്പോൾ പുള്ളിയുടെ കളർ കണ്ട് ഞാൻ പേടിച്ചു പോയി. ആ അവസ്ഥയിലായിരുന്നു. ഒരാഴ്ചയും കൊണ്ട് ആ പുള്ളിയുടെ കളറ് തിരിച്ചു വന്നു, പുള്ളിയുടെ ഷുഗറും കുറഞ്ഞു. ഹി ഈസ് വെരി ഹാപ്പി. പുള്ളിക്ക് കുടിക്കാതെ നിൽക്കത്തില്ലായിരുന്നു. പുള്ളി പറഞ്ഞു ഞാൻ വിട്ടു, എനിക്ക് എൻ്റെ ആരോഗ്യമാണ് മുഖ്യം. പുള്ളിയുടെ വൈഫ് ഒരു ടീച്ചറായിട്ട് റിട്ടയറായി. പിന്നെ എൻ്റെ കൂടെ വേറൊരു കൊച്ചുണ്ട്. വേറൊരു കൊച്ചു ഭയങ്കര മുട്ടുവേദനയും ഷുഗറും ഭയങ്കര തടി, 85 കിലോ ഉണ്ട് അവള്. എന്നെ കഴിഞ്ഞ് ഒരു 2 ഇഞ്ചും കൂടെ പൊക്കം കൂടുതലുണ്ടാകും. അപ്പൊ അവളുടെ ആവറേജ് വെയിറ്റ് 60. അപ്പൊ അവള് വന്ന് മുട്ട് കുത്തത്തില്ലായിരുന്നു. സർജറി പറഞ്ഞതാ, മുട്ട് കുത്തത്തില്ലായിരുന്നു, മുട്ട് മടക്കത്തില്ലായിരുന്നു. അതെല്ലാം ഇപ്പൊ ഒരാഴ്ച ആയില്ല, ഒരു 4-5 ദിവസങ്ങളുള്ള ചമ്പരം പടഞ്ഞിരിക്കാൻ തുടങ്ങി, മുട്ടേ നിൽക്കാൻ തുടങ്ങി, എല്ലാവിധ യോഗയും ചെയ്തു തുടങ്ങി. 6-7 കിലോ പുള്ളിക്കാരത്തിന് റെഡ്യൂസ് ചെയ്തു. പുള്ളിക്കാരത്തെ 2 ദിവസം ഫാസ്റ്റ് ചെയ്തു, അല്ല 3 ദിവസം ഫാസ്റ്റ് ചെയ്തു. പുള്ളി കുറച്ചുകൂടെ നിന്നിരുന്ന ഇന്ന് റെഡ്യൂസ് ചെയ്തേനെ. സോ ഇന്ന് അവള് ഫാസ്റ്റ് എടുക്കും, ഇന്ന് തൊട്ട് ഫാസ്റ്റ് എടുക്കാൻ തുടങ്ങി. സോ ഫാസ്റ്റ് റിയലി ഇംപ്രൂവ് ദ ഹീലിംഗ് ലൈക്ക്. പിന്നെ ഞങ്ങൾ വന്ന് 2 ഞായറാഴ്ചകളിലൂടെ കഞ്ഞി ഉണ്ടായിരുന്നു, കർക്കിടക കഞ്ഞി. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആകട്ടെ. ഞങ്ങൾ എല്ലാരും കൂടി അരിഞ്ഞു പെറുക്കി അങ്ങനെ വിളമ്പാനും കൂടി ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തു. രമേശ് സർ വന്ന് മൈക്ക് സിസ്റ്റം അറേഞ്ച് ചെയ്യും, ഹിലാൽജി ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കുറെ 10-35 പേരുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പോയവരാണ്. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോഴത്തേനും റിയലി അത് സ്ട്രോക്ക് അടിച്ചു. ഫസ്റ്റ് ടൈം സ്ട്രോക്ക് അടിച്ചിട്ട് ഇവിടെ നേരെ കാരണം 2 ലക്ഷം രൂപ സർജറിക്ക് അല്ലാതെ വന്നവരെ, കിഡ്നി പോയവര്, പിന്നെ വേറെ നേഴ്സ് ജില്ലാ ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി ജോലി ചെയ്യുന്ന ഒരു സൈഡ് പാരാലിസിസ് ആയിട്ട് ഇവിടെ വന്നു. അവളുടെ ഒരു 10-15 കിലോ കുറഞ്ഞിപ്പോൾ അവളെ കാണണം, വിത്ത് ബെല്ലിങ് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. പിന്നെ ഒരു ടീച്ചറമ്മ ഉണ്ടായിരുന്നു ഇവിടെ. സോ മെനി പീപ്പിൾ കെയിം, നോ ദെയർ എക്സ്പീരിയൻസ് റിയലി ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. സോ ഇറ്റ് ഈസ് അൺഇമാജിനബിൾ. അപ്പൊ നമ്മുടെ ഈ പ്രേക്ഷകരോട്, ഇത് കാണുന്നവരോട് ട്രീസയ്ക്ക് പറയാനുള്ളത് എന്താണ്? ഇത്രമാത്രം സർവീസിലിരുന്ന ഒരു നേഴ്സ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരുന്നു, ഭർത്താവിനിലും ഉണ്ടായിരുന്ന ചേഞ്ച്, മക്കളിലുണ്ടായിരുന്ന ചേഞ്ച്, പിന്നെ ഇവിടെ വന്ന് കണ്ടുമുട്ടിയവരൊക്കെ ചേഞ്ച് കണ്ടിട്ട് പ്രത്യേകിച്ചും കേരളത്തിലുള്ളവരോട് പറയാനുള്ളത്? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും അസുഖമുള്ളവരോ കൂടുതൽ തടിയുള്ളവരോ അവരിവിടെ വന്നിരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞൊരു 15 ദിവസമായാലും ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയാൽ മതി. പിന്നെ കൂടുതൽ അസുഖമൊന്നുമില്ല, കൂടുതൽ തടിയുണ്ട്, കുറച്ച് വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ തിരുമ്മുകൊണ്ട് പരിഹരിക്കും. അതിന് ഫുഡ് കൺട്രോളിന്റെ ആവശ്യമില്ല. കൺട്രോൾ ചെയ്താൽ ബെസ്റ്റ്. അങ്ങനത്തെ വേദനകളെ ഇപ്പൊ എന്റെ ചേട്ടന് ഭയങ്കര നടുവേദനയായിട്ട് പുള്ളി ബെൽറ്റ് വിട്ട് ഇവിടെ നമ്നസ് സാറിനോട് ചോദിച്ചെന്തെങ്കിലും, സാർ ഇങ്ങോട്ട് പോരാൻ പറ, പുള്ളി ഉപവാസം ഒന്നും എടുക്കേണ്ട ഒരു കാര്യമില്ല.
ഈ തിരുമ്മല എടുത്ത് ഞാനൊരു 15 ദിവസം കൊണ്ട് റെഡിയാക്കി വിട്ടോളാം എന്ന് പറഞ്ഞു. ചേട്ടന് 79 വയസ്സ്, ചേച്ചിക്ക് ഈ വശം മുഴുവൻ വേദനയാണ്, പുള്ളിക്ക് 76 വയസ്സ്. ഇപ്പൊ സാറ് പറഞ്ഞു പോരട്ടെ, അവർ 15 ദിവസം വരട്ടെ, അത് മതി, എന്നിട്ട് നമുക്ക് നോക്കാം, ഇനി വേണേ പിന്നെ വരാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ സാറിന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ കിഡ്നി പോയവരെ പോലും പുള്ളി ഇവിടത്തെ ഈ സെൽ ഹീലിംഗ് പ്രോസസ്സിലൂടെ, ഈ ഫാസ്റ്റിങ്ങിലൂടെ അവരെ എല്ലാവരെയും റെഡിയാക്കി വിടുന്നു. ആ കോൺഫിഡൻസ് ആണ് ഭയങ്കരം. ഫാസ്റ്റ് ചെയ്യുമ്പോൾ സാർ ഒരു 3-4 പ്രാവശ്യം വന്ന് നമ്മളെ അന്വേഷിക്കും, എങ്ങനെയുണ്ട്, എങ്ങനെയാ, എന്താ, ഏതാന്ന്. അങ്ങനെ ഞാൻ പറയുന്ന റിയലി ഇവിടെ കൊടുക്കുന്ന കാശ് നമ്മളും അലോപ്പതിക്ക് കൊടുക്കുന്നതിന്റെ 4-1 ചെലവ് ഇവിടെ വരുന്നില്ല. അത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. This is for lifelong. You no need to see a doctor thereafter if you follow it up. And ആസ്പത്രിയുടെ പടി കയറേണ്ട നിങ്ങൾക്ക് ആർക്കും വരില്ല. ദയവേത് മൈ റിക്വസ്റ്റ് ആണ് ഞങ്ങളുടെ കേരള സഹോദരങ്ങളോട്, നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം. വന്നു കഴിഞ്ഞാലേ ഈ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം. ഒത്തിരി സന്തോഷം ഉപയോഗിച്ച നിങ്ങളൊക്കെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.